ഹായ് ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ പറശ്ശിനിക്കടവിൽ പോകുന്ന വ്ളോഗാണ്. അങ്ങനെ ഞാനും തീർച്ചയായും സച്ചുനെ വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ബസ്സിലാണ് ഗൈസ് പോയത്. അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. എന്നിട്ട് മാഹിന്നാണ് ഓട്ടോറിക്ഷ കയറിയത്. അങ്ങനെ ഞങ്ങൾ മാഹി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. സച്ച്, ഉണ്ണി, ഞാനാണ് പോകുന്നത് പറശ്ശിനിക്കടവിലോട്ട്. ട്രെയിൻ ഇപ്പം വരും. ഇനി നമുക്ക് കണ്ണൂർ എത്തിയിട്ട് കാണാം. ഓക്കെ. അങ്ങനെ ഞങ്ങൾ ഒരു ഫുഡേക്കാൻ കയറിയിരിക്കുകയാണ് ഗായ്സ്. പ്രഭാത ഭക്ഷണമൊന്നും കഴിച്ചില്ല. ഓരോരു വരുന്നുണ്ട്, ഞങ്ങൾ കഴിക്കുന്നുണ്ടോ. കുറേ നേരം ബസ് കിടന്നു തുടങ്ങിയിട്ടില്ല. ഞങ്ങൾ പറശ്ശിനിയിൽ എത്തിയിരിക്കുകയാണ്. നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? ആരെ കാണാൻ? നല്ല വെയിലാണ് ഇനി പരിപാടി. ഇനി മുത്തപ്പനെ കാണണം, പ്രാർത്ഥിക്കണം. അത് ഇനി പ്രസാദം കഴിക്കാം. നാല് സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴത്തേക്ക് മടുത്ത് വെക്ക്. 4 സ്റ്റെപ്പിന്റെ എല്ലാം മോനെ സത്യം. എൻ്റെ ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കാൻ ആരുമില്ല ഗൈസ്. വേണ്ട ഗൈസ്. ഇത് ഞാൻ എടുത്തേരാം സച്ചുവിന്. എന്തോ വലിയ കാര്യത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. അടുത്ത വലിയ കല്യാണം നടക്കണമെന്നായിരിക്കും. ഒന്നുമില്ല ഗൈസ്, നിങ്ങൾ എന്നെ പോലെയാണോ? അതായത് ഞാൻ ഈ സാധനങ്ങളൊന്നും, മാല, വള, ഇതൊന്നും വാങ്ങൂല. പക്ഷെ എനിക്കിതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. സാധാ ഫാൻസി കടയിൽ പോലെ ഞാനൊന്നും വാങ്ങൂലെങ്കിലും ഞാൻ അതിനുള്ളിൽ കയറും. എന്നിട്ട് ഇങ്ങനെ എല്ലാം കണ്ട് ആസ്വദിക്കും. അങ്ങനെ എന്നെ പോലെയുള്ളവരാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കറേ. അങ്ങനെ പലതും കാണും. നേരെ നോക്കി നടന്നാൽ മതി. മുത്തപ്പനെ കാണാൻ വന്നാ മുത്തപ്പനെ കാണാം. മുത്തപ്പൻ നമുക്ക് വേണ്ടി ചിന്തനം വെച്ചേ. നമ്മൾ അവസാനം പറശ്ശിനി റീച്ച് ആയിരിക്കുകയാണ്. പ്രാർത്ഥിക്കണം, എന്നിട്ട് പ്രസാദം കഴിക്കണം, പിന്നെ ചോറ്. ഇവിടെ വൻ തിരക്കാണ് ഗൈസ്. എന്താന്ന് എന്ത് പറ്റിയെന്ന് അറിയില്ല. പിന്നെ ഇതെന്താ തിരക്ക്? ഗണപതി ഹോമം നടക്കുകയാണ് ഗൈസ്. അതുകൊണ്ട് നമുക്കൊക്കെ ചെയ്യാൻ പറ്റില്ല, അമ്പലത്തിൽ കയറാൻ പറ്റില്ല. അമ്പലം ലോക്കാണ് ഗൈസ്. ഞാൻ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കാലിന് ആയിക്കില്ല.
ഗൈസ് ഞങ്ങൾ അമ്പലത്തിൽ കയറി പ്രാർത്ഥിച്ചു. ഇനി പ്രസാദം കഴിക്കണം. ഓക്കെ, നമ്മൾ ഷൂട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. സക്സസ് ആവുമെന്ന് അറിയില്ല, നോക്കാം. അങ്ങനെ ഞങ്ങൾ പ്രസാദം കഴിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എങ്കിൽ ഞങ്ങൾ 3 പേർക്കും ഒരുമിച്ചിരിക്കാൻ പറ്റിയില്ല ഗൈസ്. അവർ ആണുങ്ങളെ വേറെ പെണ്ണുങ്ങളെ വേറെ അങ്ങനെയാണ് ഇരുത്തുക. അപ്പോൾ സച്ചുവാണ് വീഡിയോസ് എടുക്കുന്നത്. നേരത്തെ ഇറങ്ങി പോകുമ്പോ ഇത്ര ക്ഷീണമൊന്നുമില്ലല്ലോ, ഭയങ്കര ആവേശമാണല്ലോ. അത് മുഖത്ത് കാണുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ സ്റ്റെപ്പ് കയറി കഥച്ചിരിക്കുകയാണ്. ഞാൻ ഇന്നത്തെ 7 കുടിച്ചു, സച്ചു ലൈമും കുടിച്ചു. ഇപ്പം എന്താ പറയാനുള്ള, ഞാൻ ഒരു വള വാങ്ങി ഗൈസ്, വള. ഞാനൊരു മോതിരം, ഈ പൂമ്പാറ്റയുടെ മോതിരമാണ് വാങ്ങിയത്. സച്ചും ഒരു മോതിരം വാങ്ങി. ഗൈസ് ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് തിരിച്ചു റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കുവാണ്, കണ്ണൂർ. അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ എത്ര മണിക്കാണ് പോകുക സച്ചു? ഒരു 3:10 ട്രെയിൻ ഉണ്ട്, അതിന് നേരെ തിരിച്ച് വീട്ടിലേക്ക്. ഓക്കെ, തീർത്ത തളർന്ന്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയത് കണ്ണൂരുള്ള ഫേമസ് ആയ സൗദി ഷവായിലാണ്. ഇവിടെയാണ് നല്ല തിരക്കാണ് ഗൈസ്. നിങ്ങളിവിടെ വന്നാൽ തന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. എന്നാലും സാരമില്ല, അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ടതാണ് സൗദി ഷവായ. മന്തി കിട്ടിയിട്ടുണ്ട്, ഷവായി മന്തി. നമ്മളിനി അത് വീതിക്കും. ഫുഡൊക്കെ കഴിച്ചിട്ട് കാണാം. സച്ചു മാറിക്കളാ. കാരി സച്ചു അങ്ങനെ ഗൈസ് ഇയാളെ കോലം കണ്ടതിന് മനസ്സിലായി. കരിഞ്ഞു ചത്തു. നല്ല ക്ഷീണമുണ്ട്. സച്ചുവിനെ ഫേസ് പോലും കാണിക്കുന്നില്ല. ഇവിടെ ഉണ്ട്. ഞങ്ങൾ ഫ്ലൈറ്റിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്തായാലും തിരിച്ചു മടങ്ങുവാണ്, വേറെ ഒന്നുമില്ല. വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഇത് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ കമൻറ്റ് ചെയ്യണം.